അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു ദുആ ആ രൂപത്തിൽ പഠിപ്പിച്ചിട്ടേ ഇല്ല. ചിലർ വിചാരിക്കും തസ്ബീത്ത് ഹദീസിലൊക്കെ ഉണ്ട്, തെൽക്കീന് ഇല്ല. തെൽക്കീനെ ഓതുമ്പങ്ങാണ് അങ്ങോട്ട് മണ്ടുന്നു. അതുവരെ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സ്വാൽ വൽഹിംഹുൽ ജവാബ് പറഞ്ഞു കൊടുക്കാനും ഏറ്റു ചെല്ലാനും എത്ര ആളാണെന്നറിയോ? ഒരൊറ്റ തുണിക്കണ്ടം ഹദീസിൽ, ഒരു മുറിക്കണ്ടം ഹദീസിൽ, ഒരു വൈഫായ ഹദീസിലെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ നമ്മൾ ഇപ്പൊ ഈ ചൊല്ലുന്ന ഈ പ്രാർത്ഥന തസ്ബീത്തിന്റെ വാചകമായി കാണിച്ചാൽ 2 കോടിയോ 10 കോടിയോ കൊടുക്കാം ഒരൊറ്റ ഹദീസിൽ. കോടി എവിടെയാണെന്ന് ചോദിക്കരുത്, അത് വെല്ലുവിളിയേ ഉള്ളൂ. അത് കൊടുക്കാൻ മാത്രം ധൈര്യം ഉണ്ട് എന്നർത്ഥം. ഒരൊറ്റ ഹദീസിലില്ല. ഇവിടുന്ന് പിച്ചങ്ങായി കൊടുക്കണമെന്ന് ചോദിക്കണ്ട, അതൊരു ധൈര്യം പറയാ. ഒരൊറ്റ ഹദീസ് ഒരു വമ്പനും കൊണ്ടുവരാൻ കഴിയില്ല. ഇത് ഞങ്ങൾ പരസ്യമായി നമ്മുടെ ബുൽബുൽ എന്ന മാസികയിൽ 1 കോടി ഇനാം കൊടുത്ത് വെല്ലുവിളിച്ചതാണ്. എന്താ വെല്ലുവിളി എന്നറിയോ? ഒരു കൂട്ടം ആൾക്കാരെ മാസികയിൽ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഇമാമ് വലത്തോട്ടേക്ക് തിരിഞ്ഞിരുന്നിട്ട് ദുആ ചെയ്തിട്ട് മൗമൂമിങ്ങൾ ആമീന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഹദീസ് കൊണ്ടുവരോ 1 കോടി ഇനാം പറഞ്ഞു. അങ്ങനെ തന്നെ കാണണേ ഇങ്ങനെ പറഞ്ഞിട്ട് ആമീൻ ചൊല്ലുന്നത്. അപ്പൊ നമ്മൾ ചോദ്യം ചോദിച്ചതാണ്, സാധാരണ നിങ്ങൾ ഒരു തസ്ബീത്ത് ചെല്ലണ്ടല്ലോ, തസ്ബീത്ത് ഓരോന്നോരോന്ന് ചോദിച്ചിരുന്നു. അതിൽ ഒന്ന് ഇത് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. ഏത് പുത്തൻ വാദി ചൊല്ലു. ഇതിനവിടെ ഹദീസല്ല കൂട്ടരെ. തസ്ബീത്ത് ചൊല്ലണമെന്ന് ഹദീസ് ഉണ്ട്. തസ്ബീത്ത് ചൊല്ലാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തസ്ബീത്ത് എന്നാൽ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ആൾക്ക് അടക്കം കിട്ടാനും മറുപടി കിട്ടാനും ദുആ ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ ദുആ പണ്ടേ നമ്മൾ ചെയ്യാറുണ്ട്. അതിന്റെ ശരിയായ സമയം തെൽക്കീൻ കഴിഞ്ഞിട്ടാ. തെൽക്കീൻ കഴിഞ്ഞതിന്റെ ശേഷം പണ്ടേ അൽ ഫാത്തിഹ എന്ന് പറയും. എന്നിട്ട് ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ദുആക്കുത്തരം കിട്ടാൻ ഏറ്റവും പറ്റുന്ന രീതിയിൽ ഇമാമും ഖതീബും ദുആ ചെയ്ത് മറ്റോലൊക്കെ ആമീൻ ചൊല്ലിയിട്ടേ പണ്ടേ നമ്മൾ ഖബറടക്കൽ നിർത്തിപ്പോരാറുള്ളൂ. ഇത് തന്നെയാണ് തസ്ബീത്ത്. ശബാത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഈ ഖബറാളിക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതുമ്പോൾ അടക്കം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. അതാ തസ്ബീത്തിന്റെ അർത്ഥം. തെൽക്കീന് ഒരു ഹദീസെങ്കിലും ഉണ്ട്. തൊബുറാനി നിവേദനം ചെയ്ത ഒരു ഹദീസിൽ തെൽക്കീനിന്റെ പദമടക്കം റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. തസ്ബീത്തിന്റെ പദം ഒരു തുണ്ട് വാക്യം പോലും റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. തസ്ബീത്ത് ദുആ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഓരോരോ ഭാഷയാ. പണ്ടേ നടന്നു വരുന്ന ആചാരങ്ങളൊക്കെ പോക്കണം. അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ കുറച്ച് ഹദീസേരെന്ന് കരുതണമെന്ന് എഴുതി ചമഞ്ഞിട്ട് കുറച്ച് കൂട്ടര്. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഇത്രയും കാലം നൂറ്റാണ്ടുകളായി ഉലമാക്കളും ഇമാമുകളും നമ്മെ നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ തെറ്റിലേക്ക് നയിച്ചിട്ടില്ല, അവർ സത്യത്തിലേക്ക് നയിച്ചിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ പറയുന്ന കാണുന്ന പണ്ഡിതന്മാരെക്കാൾ എത്രയോ വമ്പന്മാരും ശുദ്ധന്മാരെ മുമ്പ് കാലത്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരൊറ്റ മാനദണ്ഡവും അസുരും പഠിച്ചു വെച്ചാൽ നമ്മൾ പേക്കൂല. വലിയങ്കോട് ഉമർഖാലി മമ്പറും തങ്ങളും എന്നൊക്കെ പറഞ്ഞ ആ കാലെങ്കിലും ഒന്ന് ഓർത്തു നോക്കിയാൽ അത്ര നല്ല മനുഷ്യന്മാര് പിന്നെ വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളെ മമ്പാട്ട ജാറത്തിൽ കിടക്കുന്ന മഹാനരെ സിയാറത്ത് ചെയ്യാൻ മമ്പറും തങ്ങൾ വരാറുണ്ടായിരുന്നു എന്ന അനുഭവത്തിൽ പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. തലമുറയായി അദ്ദേഹം നമ്മളെ സിയാറത്ത്, നമ്മളെ മമ്പാട്ട സിയാറത്ത്, തങ്ങൾ പാപ്പാന്റെ സിയാറത്തിൽ വരുമ്പോ പഴങ്ങാടിപ്പാലത്തിന്റെ ചെരുപ്പ് കഴിച്ചിട്ടാ വരാന്ന്. അത്ര ബഹുമാനത്തിൽ. നമ്മളിപ്പോ ജാറത്തിന്റെ അവിടെ കിടക്കുകയാണെങ്കിൽ വല്ല ബഹുമാനമുണ്ടോ? ഏറിയാൽ ജാറത്ത് കിടക്കുമെന്ന് ചെരുപ്പ് വെച്ചിട്ട് ഞാനൊക്കെ. സാധാരണക്കാർ അത് ചെയ്തോണമെന്നില്ല. മമ്പർത്ത തങ്ങൾ നമ്മളെ പഴങ്ങാടിപ്പാലത്തിങ്ങ ചെരുപ്പ് കഴിച്ചിട്ടാണ് നമ്മളെ മമ്പാട്ട ജാറം സിയാറത്ത് ചെയ്യാൻ വരിക. അത്ര അതവുള്ള, അത്ര ഗുരുത്വമുള്ള, അത്ര ഭക്തിയുള്ള ഭക്തന്മാർ കടന്ന കാലമാണ് നമ്മുടെ മുൻഗാമികളുടെ കാലം. ആ കാലത്തെ കർമ്മങ്ങളൊക്കെ മോശം. ഇപ്പൊ 4 ഹദീസ് ഖുർആൻ എന്നപ്പം നല്ലതെന്നോ ചിന്തിക്കണ്ട. വട്ടാണിതൊക്കെ. അത്തരം വട്ടിലൊന്നും പെട്ടുപോകരുത്. അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ തെൽക്കീൻ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. കിഴക്കും പടിഞ്ഞാറും മിസ്റിലും ഈജിപ്തിലും യമനിലും മക്കയിലും മദീനയിലും എല്ലായിടത്തുമുണ്ട്. ഒരു നാട്ടിലും ഇല്ലാത്തതില്ല. കേരളത്തിലെ കുറച്ച് കൂപ്പന്മാർ അവർ മാത്രമുണ്ട് തെൽക്കീൻ ചെല്ലുമ്പോൾ ബെറലെടുത്ത് മണ്ടുന്നില്ലേ. വേറെ ദുന്യാവിന്റെ മകളിൽ ഒരൊറ്റ നാട്ടിലും തെൽക്കീൻ ഇല്ലാത്തതില്ല. എന്താ തെൽക്കീന്റെ വാക്ക്? തെൽക്കീനിൽ നമ്മൾ പഠിപ്പിക്കും. ആരാന്ന് ചോദിക്കും. ആ ചോദിക്കുന്ന നേരത്ത് നിന്റെ റബ്ബ് അള്ളയാണ്, നിന്റെ നബി മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, നീ ഇസ്ലാം ദീനുകാരനാണ്, നിന്റെ സഹോദരന്മാർ മുഅ്മിനീങ്ങളാണ്, നിന്റെ ഖിബ്ല കഅബയാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഇവിടെ കുത്തുനിന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് 6 മണിന്റെ ഉള്ളിലേക്ക് കേൾക്കുവോ എന്നാ പിന്നെ ചോദിക്കുക. 6 മണിന്റെ ഉള്ളിലേക്ക് കേൾക്കുവോ? ഇവിടെ നടക്കുന്ന ആള് ഖബറാളിയോട് അസ്സലാമു അലൈക്കും അയ്യുഹദ്ദിയാറു മിനൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. എന്താണ് ആ പറയുന്നതെന്ന് അറിയോ? ഖബറിൽ കിടക്കുന്ന സത്യവിശ്വാസികളുടെ ഈ ഭവനത്തിൽ കിടക്കുന്നവരെ നിങ്ങൾക്ക് സലാം, ഇൻഷാ അല്ലാഹ് നമുക്ക് തമ്മിൽ കാണാം. ഇതാണ് പറയുന്നത്. ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹായ ഹദീസുകളിലും പഠിപ്പിച്ച ഖബറാളിക്കുള്ള സലാമിന്റെ വാചകത്തിൽ പറയുന്നത് മീറ്റ് അഗൈൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ കാണാം, നമുക്ക് തമ്മിൽ കാണാം, ഞാനും വരുന്നുണ്ട് അങ്ങോട്ട് എന്നാ പറയുന്നത് ഖബറാളിനോട്. ഇത് ഖബറാളി കേൾക്കോ? ഖബറിന്റെ അകത്തെ വാർത്ത കേൾക്കോ?
ഖബറിനകത്ത് ഉമ്മ കേൾക്കോ? ആരുടെ മണ്ണിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ചുണ്ടിൽ നിന്ന് ഉയരുന്ന സലാം കേൾക്കോ? കേൾക്കുമെങ്കിൽ തെൽക്കീനും കേൾക്കും. ഇത് റസൂലുള്ള പറഞ്ഞതാ. അതുകൊണ്ട് തെൽക്കീനിൽ പറഞ്ഞു കൊടുക്കുന്നത് ഇതാ, ആ സമയത്ത് ഉത്തരം കിട്ടാൻ. 100 വക ചെന്നിട്ടെങ്കിലും ഖബറിന്റെ അകത്ത് ഈ ചോദ്യക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തേ എന്ന സദ്വിചാരമല്ലാതെ, നല്ല ചിന്തയല്ലാതെ ഇതിന്റെ പിന്നിൽ യാതൊന്നുമില്ല. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട. പണ്ടത്തെ കാലാച്ച പറയാ, മൂല്യന്മാർ പൈസക്കും വേണ്ടി ഉണ്ടാക്കിയാന്നൊക്കെ. ഇന്ന് ആർക്കാടോ ഇതിനു വേണ്ടി പൈസ വേണ്ടിയേ? ആർക്കാ അത് വേണ്ടത്? നിങ്ങളെ തെൽക്കീനോട് 10 ഉറുപ്പിട്ടാൻ വേണ്ടിയിട്ട് മൂല്യർ ഓതുന്നു ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുമോ? പോരാതിരിക്കുന്നവർ ശരിയല്ലോ എന്ന് കരുതിയിട്ടാ കുടുങ്ങിയിട്ട് പോരുക മൂല്യന്മാര്. 10 ഉറുപ്പ്യക്കും വേണ്ടി പോരണ മൂല്യര് ഇന്നത്തെ ലോകത്തില്ല. അപ്പൊ പണ്ടാണെങ്കിൽ പറയാം വല്ലാത്ത പൈസക്ക് വേണ്ടി ചെയ്തു. അപ്പൊ അതൊന്നുമല്ല. നമ്മുടെ ആചാരപ്രകാരം, സജ്ജപ്രകാരം, സംസ്കാരപ്രകാരം നടക്കുന്ന കർമ്മങ്ങളിൽ ഈ